ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതാ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും സ്കൂളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ എക്സാം ഷീറ്റ് കിട്ടിയിട്ടുണ്ടാവും, മാർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ വെയിറ്റിംഗ് ആയിരിക്കും, ടെൻഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലേ, പാറ്റേൺ മൊത്തം ചേഞ്ച് ആയി. നിങ്ങൾ ഇതുവരെ എഴുതിയ പോലത്തെ, ഒന്നാമത് നിങ്ങൾ ഹൈസ്കൂളിലേക്ക് കയറിയിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ എന്തായി, എല്ലാ സബ്ജക്റ്റിലും നല്ലൊരു മാറ്റം സംഭവിക്കുന്ന ടൈമാണ്. അപ്പൊ നിങ്ങൾ 7th വരെ അറ്റൻഡ് ചെയ്ത പോലെ അത്ര ഈസി ആയിട്ട് അല്ലെങ്കിൽ അത്ര കുറച്ച് ക്വസ്റ്റ്യൻസും അല്ല നമുക്കുള്ളത്. നമുക്കിപ്പോൾ ഇത് 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പിന്നെ അതുപോലെ ചോദ്യങ്ങളും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒക്കെ പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാകും. അഥവാ മാർക്ക് കുറഞ്ഞവർ ഇനി അതിനെ ചൊല്ലി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ ഈ നെഗറ്റീവ് അടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ അത് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ടാണ് എന്ന പേരും പറഞ്ഞ് സ്വയം ഇങ്ങനെ പഴി ചാരിയിട്ട്, ക്വസ്റ്റ്യൻ പേപ്പറിനെ പഴി ചാരിയിട്ട് നിങ്ങൾ പഴയതുപോലെ തന്നെ പഠിച്ചു തുടർന്നാൽ പോരാ എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും, 9th-ലാകട്ടെ 10th-ലാകട്ടെ. അപ്പോൾ നിങ്ങൾ ഈ തവണ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ച് പഠിച്ചു തുടങ്ങിയാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് അടുത്ത 9th 10th ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ സത്യത്തിൽ എക്സാം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, നമ്മൾ എത്ര പഠിച്ചു എന്നല്ല, ഇനി ഞാൻ എന്തൊക്കെ പഠിക്കണം എന്ന് നമ്മൾ സ്വയം വിലയിരുത്താനുള്ളത് തന്നെയാണ് പരീക്ഷ. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളിപ്പോൾ ആൻസർ ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. എവിടെയാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്, എന്തുകൊണ്ട്, അവിടെ ഞാൻ ഇനി എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത്, ഇനി ഞാൻ എങ്ങനെ അടുത്ത തവണത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്നൊക്കെ നിങ്ങൾ തന്നെ വിലയിരുത്തുക. അതാണ് എക്സാം. അതെ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ വരെ എഴുതിയ പോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്. 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ ഇത്തവണ വന്നിരിക്കുന്ന ഒരു ചോദ്യം എങ്ങനെയായിരുന്നു അല്ലെ, അതായത് പിക്ചർ വെച്ചിട്ട് ആ പിക്ചറിന്റെ ബേസിൽ ക്വസ്റ്റ്യൻസും ഒരു ചോദ്യം. അതെ അല്ലെ. അപ്പൊ സാധാരണഗതിയിൽ ഇത്തരം ചോദ്യം ഇതിന് മുന്നേയും വന്നിട്ടുണ്ട് കുറച്ച് തവണയൊക്കെ. അത് പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ജോലികളൊക്കെ ആയിരുന്നു. അത് നമ്മൾ പാഠഭാഗത്ത് പഠിച്ച അതേ വാക്കുകൾ തന്നെ അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, അർത്ഥം അറിയുന്ന കുട്ടിക്ക് മാത്രമല്ലേ ഓരോ പിക്കിനും കറക്റ്റ് ആയിട്ട് ആ വേർഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇത്തവണ കുറച്ചുകൂടി ഒന്ന് ടഫായിരുന്നു. അത് മാത്രമല്ല, ആ ചോദ്യത്തിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കാനുള്ള ചോദ്യം കൂടെ ഉണ്ട്. നമ്മളത് ഹാച്ചിക്ക് കഹാനി എന്ന പാഠഭാഗത്ത് നമ്മൾ പഠിച്ചു. ചോദ്യം ഉണ്ടാക്കാൻ ഒരു പാരഗ്രാഫ് നമുക്ക് തന്നു, ചോദ്യം ഉണ്ടാക്കാൻ. പക്ഷെ ഇവിടെ പാരഗ്രാഫിന് പകരം പിക്ചർ തന്നു. അപ്പൊ ആ പിക്ചർ നിങ്ങൾ എന്ത് ചെയ്യണം, ഹിന്ദിയിൽ അത് മനസ്സിലാക്കണം. ഇപ്പൊ ഈ തവണ നിങ്ങൾ ചോദ്യം ഉണ്ടാക്കാൻ പഠിച്ചെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ഗുണം ചെയ്യും. കാരണം ചോദ്യം മനസ്സിലാകും വേഗത്തിൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളെ ചോദ്യം ഉണ്ടാക്കി പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ചോദ്യം മനസ്സിലാകാത്ത കുഴപ്പം എന്തുകൊണ്ടാണ്, ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ചോദ്യം മനസ്സിലായില്ല എന്നാണ് ഹിന്ദിയിൽ. അപ്പൊ നിങ്ങൾ ഈ ചെറിയ ക്ലാസ്സിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കി പഠിച്ചാൽ, കുറച്ചെങ്കിലും ചോദ്യം സ്വന്തമായിട്ട് ഉണ്ടാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഇനി അടുത്ത എക്സാമിലും അതുപോലെ 9th 10th ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാകാത്ത പ്രശ്നങ്ങൾ കുറയും. അതെ. അപ്പൊ ഇതിൽ അടുത്തതായിട്ട് ഇവരെ കുഴപ്പിച്ച ചോദ്യമായിരുന്നു സഹി മിലാൻ കരെ എന്നുള്ളത് അല്ലെ. അപ്പൊ അത് വന്നൊരു പാറ്റേൺ നമുക്ക് ഇവിടെ ഒന്നുകൂടെ നോക്കാം. ഇപ്പൊ സഹി മിലാൻ കര ഇങ്ങനെയാ വന്നത്, പെഹചാൻ കർ ലിഖേ കി കോൺസാ ക്രം സഹി ഹേ. അതായത് 2 ബോക്സ് ഒക്കെ ആയിട്ട് സാധാരണ എങ്ങനെയാ വരിക, അതായത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് സാധാരണ 3 മാർക്കിന്റെ ഒരു ചോദ്യത്തില് 3 മാർക്കിന്റെ ചോദ്യത്തിൽ 3 ഓപ്ഷൻസ് ആണ് ഉണ്ടാകുക. അപ്പൊ ഈ 3 ഓപ്ഷന് പകരം ഇത്തവണ നിങ്ങൾക്ക് 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അല്ലെ. ഏതാ തെറ്റ്, ഒന്ന് തെറ്റി കഴിഞ്ഞാൽ മുന്നേ ആണെങ്കിൽ എന്താണ് 2 ശരിയാവാനും അതുപോലെ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. കുറച്ചുകൂടി തെറ്റാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. ഇവിടെ മാത്രം ഫിൽ ചെയ്താൽ പോരാ, ഇനി ഇവിടെ ഈ ഫിൽ ചെയ്ത സാധനം ഇവിടെ ഉണ്ടോ നോക്കുകയും വേണം. അത് തെറ്റി പറഞ്ഞാല് എന്താ പറയാ, ഈ ലക്കി ഡ്രോ പോലത്തെ പരിപാടി നടക്കില്ല. പഠിച്ചെങ്കിലും അറിഞ്ഞെങ്കിലും മാത്രം തന്നെ ഇതിൽ 3 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ കുഴപ്പിച്ചിട്ടുണ്ടാവുക. ഇത് സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇത് നോക്കിയിട്ട് ഇവിടെ എഴുതി വെക്കണമായിരുന്നു. എങ്ങനെയാണ് ചായക്ക് മാച്ച് ആയത് ഏതാണ്. നിങ്ങളിപ്പോ നമ്മൾ മാത്സ് ഒക്കെ ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിലോ ആൻസർ ഷീറ്റിന്റെ സൈഡിലോ ഒന്ന് എഴുതി നോക്കാം. എന്നിട്ട് മാത്രം നമ്പർ ഇട്ടിട്ട് ശരിയായത് ഏത് ബോക്സ് ആണ് അത് എടുത്ത് എഴുതാം. അതല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ മനസ്സിലേക്ക് എല്ലാ ആൻസറും വന്നിട്ടുണ്ടാകും. ഇവിടെ ഏതെങ്കിലും ഒരു അക്ഷരം ഒന്ന് മാറിപ്പോയ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് എടുത്ത് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ തെറ്റി നമ്മുടെ കയ്യിൽ നിന്നും പോകും, മാർക്ക് പോകും. അപ്പൊ ഇവിടെ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങളുടെ 3 മാർക്കാണ് പോവുക. ഇതിൽ ഏതെങ്കിലും ഒരു ബോക്സ് ഇപ്പൊ ഖാനോ 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 നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതിൽ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 3 മാർക്ക് ഒരുമിച്ച് അങ്ങ് പോവാണ്.
അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ സൂക്ഷിച്ച് എഴുതണം. ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈസി ആയി തോന്നുമെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ നന്നായി സൂക്ഷിച്ച് തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ മാർക്ക് മൊത്തമായി നമുക്ക് നഷ്ടപ്പെടും. മറ്റുള്ള ക്വസ്റ്റ്യൻസ് അതല്ല, പത്ര ഡയറി ഒക്കെ നമുക്ക് ആ ഒരു ഫോർമാറ്റ് ശരിയാക്കിയാൽ ശരിയാവാം. ഒരു മാർക്ക് 2 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസ്ഥ അല്ലെ. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവർ അധികം ബുദ്ധിമുട്ടിട്ടുള്ളത് ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് വെച്ചാല്, ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമുകളും ഇതേ പാറ്റേൺ തന്നെയായിരിക്കും. ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷേ പാറ്റേൺ സെയിം ആയിരിക്കും. അപ്പോൾ അത് ഏതൊക്കെ ചാപ്റ്ററിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നും എങ്ങനെയൊക്കെയാണ് അത് പഠിക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം അല്ലേ മിസ്സേ? യെസ്. അപ്പൊ ഇത് നമ്മുടെ ഈ ഹാച്ചി കി കഹാനി എന്ന പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒന്ന് ഈ ചിത്രം നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് ആ ചാപ്റ്ററിന്റെ നമുക്കറിയായിരുന്നു ചാപ്റ്ററിലെ ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നു ചിത്രം നോക്കിയിട്ട് ശരിയായതിനെ എടുത്ത് ഫില്ല് ചെയ്യാൻ. അപ്പോൾ സെൻറ്റൻസ് വൈസിൽ നമുക്ക് നമ്മുടെ ചാപ്റ്റർ എന്താ നൽകിയിട്ടുണ്ട് മുകളിൽ, താഴെ നമുക്ക് ചിത്രങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ ചെയ്തത്? അപ്പോൾ അവിടെ ചിത്രത്തിനനുസരിച്ച് അത് സെലക്ട് ചെയ്ത് എഴുതാനായിരുന്നു. അതേ ചോദ്യം നമുക്ക് എന്ത് ചെയ്തു, പാഠഭാഗത്തു നിന്ന് ഒഴിവാക്കിയിട്ട് പുറത്തു നിന്നും കുറച്ച് ചിത്രങ്ങൾ നമുക്ക് തന്നു. ചിത്രം കാണാൻ നല്ല രസമുണ്ടാവും. നമ്മൾ എക്സാം എഴുതുന്നതിൻ്റെ ഇടയിൽ നല്ല ഒരു സമാധാനം കിട്ടും. കുട്ടികൾ കളിക്കുന്നത് കാണുന്നു, കുട്ടി അല്ലെ പൂച്ചയുമായിട്ട് കളിക്കുന്നുണ്ട്. ഇനി അതില്ലാതെ നമുക്ക് ഇവിടെ താഴെ 2 ചോദ്യം, ചിത്രോं के आधार पर 2 प्रश्न बनाए. അപ്പൊ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ്, കുട്ടികൾ എന്താണ് കളിക്കുന്നത്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് എത്ര ടഫ് ആക്കണമെന്നോ അങ്ങനെയൊന്നും നമുക്ക് 2 മാർക്കിന്റെ ചോദ്യം ഇതാണ്. നീച്ചേ ദിയേ ചിത്രോं को पहचान कर, താഴെ തന്നിട്ടുള്ള ചിത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഇനി 2 के बारे में एक वाक्य लिखे. ഏതെങ്കിലും 2 ചിത്രത്തിനെ കുറിച്ച് 2 സെന്റൻസ് എഴുതുവാനാണ്. एक വാക്യം, ഓരോ സെന്റൻസ് എഴുതിയാൽ മതി. അതെ, ഓരോ ചിത്രത്തെ കുറിച്ച്. അപ്പോഴൊക്കെ നിങ്ങൾ ഇവിടെ സെന്റൻസ് എഴുതുമ്പോഴും ചോദ്യം നിർമ്മിക്കുമ്പോഴും നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. ഈ ഓപ്ഷൻസിൽ നൽകിയിട്ടുള്ള 1, 2, 3, 4 എന്ന നമ്പർ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ ഏത് ചിത്രത്തെ കുറിച്ചാണ് നിങ്ങളുടെ സെന്റൻസ് എന്ന് ഇവിടെ കറക്റ്റ് ആവില്ല. അതെ, ചിലപ്പോൾ നിങ്ങൾ ഇതായിരിക്കും എഴുതിയിട്ടുണ്ടാവും, പക്ഷെ നമ്പർ 2 ആണ് ഇടുന്നതെങ്കിൽ ഇതിന്റെ ഉത്തരമായിട്ടാണ് ടീച്ചേഴ്സ് കണക്കാക്കുക. അപ്പൊ അത് തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ എഴുതാം? ബച്ചേ ഗേന്ദ് ഖേൽത്തെ ഹേ അല്ലെ, പ്രകൃതി കാ നാശ് കർണ അച്ഛാ നഹി. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും, നമ്മൾ പോസ്റ്ററിന് വേണ്ടി പ്രകൃതിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ ഒരുപാട്, അല്ലെങ്കിൽ പാരഗ്രാഫ് പഠിച്ചു, അതിലൊരു സെന്റൻസ് നിങ്ങൾക്ക് ഇവിടെ പ്രകൃതിയെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേഡ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു അല്ലെ. അതുപോലെ തന്നെ ജൂലിയ ഓർ ലൂണ പേഡ് ഏക് വരദാൻ ഹേ ഇസേ മത് കാട്ടോ, അതിനെ നശിപ്പിക്കരുത്, വെട്ടരുത് എന്ന് നമുക്ക് എഴുതാം. അതെ, അപ്പൊ ഇവിടെ നമ്മൾ 2 സെന്റൻസ് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം അല്ലെ, ഫൂൽ മേ ക്യാ ഹേ അല്ലെ, പൂവിൽ എന്താണ് എന്ന് ചോദിച്ചാൽ മധുമക്കിയാണ് അല്ലെ. വല്യഹാം ലഡ്കി കിസ്കെ സാത്ത് ഖേൽത്തെ ഹേ, ആരോടൊപ്പമാണ് ഇവിടെ പെൺകുട്ടി കളിക്കുന്നത് എന്ന് ചോദിക്കാം. 2 ചോദ്യമായി. അപ്പോൾ എപ്പോഴും നമുക്കൊരു ചോദ്യം നിർമ്മിക്കാൻ വലിയ പ്രയാസമില്ല. ആര്, എന്ത്, എപ്പോൾ അല്ലെ, കോൻ, കഹാം, കേസെ ഇങ്ങനെയുള്ള വാക്കുകൾ അല്ലെ, ചോദ്യം നിർമ്മിക്കാനുള്ള വാക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ചോദ്യം റെഡിയായി. അപ്പോൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കുഴപ്പിച്ച ചോദ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് നഷ്ടപ്പെട്ട ചോദ്യം ഏത് എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ നൽകുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിലൂടെ. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം, നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ മിസ് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ചാപ്റ്ററിൽ നിന്നും പുറത്തുള്ള കുറെ വാക്കുകൾ അവർ പഠിക്കേണ്ട ആവശ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോൺവെർസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരു കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് നീട്ടിക്കൊണ്ടു പോകാം, ആ ഒരു നമ്മൾ അങ്ങനെ നിർമ്മിക്കേണ്ട സെന്റൻസുകളും അല്ലെ. ഇവിടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആയിരുന്നു നിങ്ങൾക്ക് ആവശ്യം എന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചോ? അപ്പോൾ അത്തരം വാക്കുകൾക്കും അത്തരം സെന്റൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് വേണ്ടി ഹിന്ദിയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ക്രിസ്മസ് എക്സാമിനേക്ക് നമ്മൾ പഠിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സിനെ കുറിച്ച്. ചാപ്റ്റേഴ്സ് ഇനി നിങ്ങൾക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഇതുപോലെ തന്നെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. ഇപ്പൊ ഓൾറെഡി നമ്മൾ 2 യൂണിറ്റിലെ ബാബ ഓർ ബാബ കി ചടി എന്ന കവിത വരെ നമ്മൾ
എന്താ ഓണം എക്സാമിന് വേണ്ടി പഠിച്ചത്. അപ്പൊ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ജബ് ഹം ധീരെ ചലത്തെ ഹേ എന്ന യാത്രാ വിവരൺ. ഇപ്പൊ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് യാത്രാ വിവരൺ ഒന്നും ഇതുവരെ പഠിക്കാനുണ്ടായിരുന്നില്ല. കഥയും കവിതയും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, പ്രോക്തികളായിരുന്നു. അതെ, ഇത് കുറച്ച് വലിയ ചാപ്റ്റർ തന്നെയാണ് ഇനി വരുന്നത്. അതെ, അതുപോലെ തന്നെ ബൈസിക്കിൾ തീവ്സ്, മേരി മാ, സയാനി ബുവ വരെയാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് മെയിൻ ആയിട്ടും നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പൊ നിങ്ങളുടെ കലോത്സവത്തിന്റെയും സ്പോർട്സിന്റെയും ഒക്കെ തിരക്കുകളിൽ അല്ലെ മുഴുകിപ്പോകാതെ, പൂർണ്ണമായും മുഴുകിപ്പോകാതെ കുറച്ച് സമയം പഠിക്കാനുള്ള പാഠഭാഗങ്ങളും കൃത്യസമയത്ത് തന്നെ പഠിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, നിങ്ങളുടെ എക്സാമിലേക്കും നിങ്ങളുടെ ലൈഫിലേക്കും നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇനിയുള്ള വീഡിയോസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുകൂടാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.